രുദ്രപൂർ എന്ന കാടിന്റെ അരികെ ഒരു ചെറിയ ഗ്രാമം ഉണ്ടായിരുന്നു. അവിടെ ഒരു കൃഷിക്കാരൻ ഹരീഷ് ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് മക്കളായ രാധയും മീരയും ഉണ്ടായിരുന്നു. മൂത്തവൾ രാധ ശാന്ത സ്വഭാവമുള്ളവളായിരുന്നു. ഇളയവളാണെങ്കിലോ കുസൃതിക്കാരിയുമായിരുന്നു. രണ്ടുപേർക്കും ഭയങ്കര സ്നേഹമായിരുന്നു. മീര, ഈ ചപ്പാത്തി നീ കഴിച്ചോ? വേണ്ട രാധേ, ഇത് നീ കഴിച്ചോ. എന്റെ വയറ് നിറഞ്ഞു. ഒരിടി വെച്ച് തരും. എനിക്ക് നിന്നെ അറിയാലോ, 3 ചപ്പാത്തി കഴിക്കാതെ എന്റെ വയറ് നിറയില്ല. ഇത് കഴിക്കേ. ദൈവം എന്റെ മക്കളെ സന്തോഷത്തോടെ ഇരുത്തട്ടെ. ഈ പാവപ്പെട്ട കിളവന് നിങ്ങളുടെ വയറ് നിറക്കാനായിട്ട് കഴിയുന്നില്ലല്ലോ. ദൈവം അനുഗ്രഹിച്ച് എന്റെ മക്കൾക്ക് നല്ല ഭർത്താക്കന്മാരെ കിട്ടട്ടെ. അച്ഛാ, ഞങ്ങൾ ഇപ്പോഴും സന്തോഷത്തിലാ. അമ്മ പോയതിനു ശേഷം അച്ഛനല്ലേ ഞങ്ങളെ നോക്കിയത്. ഒരു കുറവും വരുത്തിയിട്ടില്ല. ഹരീഷ് പാവപ്പെട്ടവനായിരുന്നെങ്കിൽ പോലും ആ 3 പേരും ആ വീട്ടിൽ സന്തോഷത്തിലായിരുന്നു. ഹരീഷിന്റെ ഭാര്യ കുറെ വർഷങ്ങൾക്ക് മുമ്പ് മരിച്ചുപോയതാ. അന്നു തൊട്ടേ ഹരീഷാണ് പിള്ളേരെ നോക്കുന്നത്. ഒരു ദിവസം ഗ്രാമത്തിൽ മുനി വന്നു. ഹരീഷും മക്കളും അദ്ദേഹത്തെ നല്ല രീതിയിൽ പരിപാലിച്ചു. മുനിക്ക് നല്ല സന്തോഷം തോന്നി അവരെ കണ്ട്. അവര് രണ്ടുപേരുടെയും നെറ്റി നോക്കി അദ്ദേഹം പറഞ്ഞു, നിങ്ങളുടെ 2 മക്കൾക്കും നല്ല യോഗം കാണുന്നുണ്ട്. ഇവരുടെ ഭർത്തൃവീട് കാട്ടിലായിരിക്കും. ഇവിടെ അടുത്തൊരു രഹസ്യമായ കാടുണ്ട്. അവിടെ 2 രാജകുമാരന്മാരുണ്ട്. ഇപ്പോൾ ഇവരുടെ ഭർത്താക്കന്മാര് കാട്ടിലാണ് താമസിക്കുന്നതെങ്കിലും പക്ഷേ ഇവർ കല്യാണം കഴിക്കുന്നത് അത് സാധാരണ മനുഷ്യരല്ല, രാജകുമാരന്മാരാണ്. എന്ത് രാജകുമാരന്മാര് കാട്ടിലോ? കാട്ടില് മൃഗങ്ങളല്ലേ ഉള്ളത് മുനി. പക്ഷേ മുനി ഒന്നും പറയാതെ അവിടെന്നങ്ങ് ഇറങ്ങിപ്പോയി. അങ്ങനെ കുറച്ചുനാൾക്ക് ശേഷം കാട്ടിൽ തടി വെട്ടാനായിട്ട് 2 വ്യക്തികൾ പോയിരുന്നു. അവർ പെട്ടെന്ന് തന്നെ ഹരീഷിന്റെ അടുത്ത് വന്നു പറഞ്ഞു, കാട്ടിൽ 2 സുന്ദരന്മാരായ രാജകുമാരന്മാരെ കണ്ടു എന്ന്. ഞാനിന്ന് കാട്ടിൽ തടിവെട്ടാൻ പോയപ്പോൾ ഞാൻ 2 സുന്ദരന്മാരെ കുതിരപ്പുറത്ത് പോകുന്നതായിട്ട് കണ്ടു. അത് സാധാരണ മനുഷ്യരല്ല, കണ്ടാൽ രാജകുമാരന്മാരെ പോലെ തോന്നും. ഈ കാട്ടിൽ രാജകുമാരന്മാരെവിടുന്ന് വന്നു? രാജു പറഞ്ഞത് കേട്ട് ഹരീഷ് മുനി പറഞ്ഞ കാര്യം ഒന്ന് ആലോചിച്ചു. ഇനി മുനി പറഞ്ഞ കാര്യം സത്യമാണോ? ഞാനൊന്ന് പോയി നോക്കിയാലോ? ഹരീഷ് അങ്ങനെ 2 പിള്ളേരെയും കൊണ്ട് കാട്ടിലേക്ക് നടക്കുകയായിരുന്നു. കാടിന്റെ അങ്ങോട്ടേക്ക് കുറച്ച് നടന്നപ്പോഴേക്കും രാധയുടെ കാല് ഒരു കുഴിയില് വീണു. അയ്യോ അച്ഛ! ഹരീഷ് മകളെ രക്ഷിക്കാനായിട്ട് പോകുന്ന സമയത്ത് സിംഹത്തിന്റെ ഗർജന ശബ്ദം കേട്ടു. അച്ഛാ, ദാ സിംഹം! അച്ഛ സൂക്ഷിച്ച്! ഹരീഷ് മുമ്പോട്ട് നടക്കുന്തോറും ആ സിംഹം രാധയെ ആക്രമിക്കാനായിട്ട് വരാൻ തുടങ്ങി. സിംഹം ആക്രമിക്കുന്നതിന് മുൻപ് തന്നെ ഒരു സുന്ദരനായ രാജകുമാരൻ ആ സിംഹത്തെ കൊന്നു. ഭാഗ്യ, എന്റെ മക്കൾക്കൊന്നും പറ്റിയില്ലല്ലോ. അതെ അച്ഛാ, ഇവര് രണ്ടുപേരും ഞങ്ങളുടെ ജീവൻ രക്ഷിച്ചു. ഒരുപാട് നന്ദിയുണ്ട്. സാധുക്കളെ രക്ഷിക്കേണ്ടത് ഞങ്ങളുടെ കടമയാണ്. വീർ, സൈനികരോട് പറഞ്ഞ് ഈ സിംഹത്തെ കുഴിച്ചുമൂടാനുള്ള ഏർപ്പാടുണ്ടാക്കൂ. ശരി ചേട്ടാ. അല്ല, എനിക്ക് മനസ്സിലാവാത്തത്, നിങ്ങൾ എന്തിനാണ് ഈ വലിയ കാട്ടിൽ വന്നത്? ഇവിടെ ഒരുപാട് മൃഗങ്ങളുണ്ടല്ലോ. അത് പിന്നെ ഞങ്ങളൊരു ഒരാളെ തപ്പി വന്നതാണ്. ആരെയാണ്? അത് പിന്നെ നിങ്ങളാണ് ഈ കാട്ടിൽ താമസിക്കുന്ന രാജകുമാരന്മാർ? അതെ. അത് നിങ്ങൾക്കെങ്ങനെ അറിയാം? ഞങ്ങൾ ഇവിടെയുള്ള കാര്യം ആർക്കും അറിയില്ല. ഹരീഷ് അങ്ങനെ എല്ലാ കാര്യങ്ങളും പറയും. ഞങ്ങളുടെ വിവാഹം നിങ്ങളുടെ പുത്രിയുമായോ? അങ്ങനെ ആദിത്യയും വീരും രാധയും മീരയും ഒന്ന് നോക്കും. എന്നിട്ട് ആ രഹസ്യമായ കാട്ടിലേക്ക് കൊണ്ടുപോകും. അതിന്റെ അകത്ത് വലിയൊരു കൊട്ടാരം തന്നെ ഉണ്ടായിരുന്നു. അവരകത്തേക്ക് കയറി. നിങ്ങൾ 2 പേരും രാജകുമാരന്മാരായിട്ട് ഈ കാട്ടിൽ? ഞങ്ങളുടെ ശത്രുക്കൾ ഞങ്ങളുടെ സ്വന്തം രാജ്യത്തുണ്ടായിരുന്ന കൊട്ടാരങ്ങളെല്ലാം നശിപ്പിച്ചു. ഞങ്ങളുടെ പ്രജകളെ എല്ലാവരെയും ഇറക്കിവിട്ടു. അതുകൊണ്ട് ഞങ്ങൾ ഞങ്ങളുടെ പ്രജകളുമായി ഈ കാട്ടിൽ വന്നു ഈ കൊട്ടാരത്തിൽ താമസിക്കുന്നു. ഈ രഹസ്യമായ കാട്ടിൽ ഞങ്ങൾ സുരക്ഷിതരാണ്. ഇതാർക്കും അറിയില്ല. ഞങ്ങളുടെ ശത്രുക്കളെ എല്ലാവരെയും കൊന്ന് ഞങ്ങളുടെ രാജ്യം തിരിച്ചു പിടിക്കുന്നതുവരെ ഞങ്ങൾ ഈ കാട്ടിൽ തന്നെ താമസിക്കത്തുള്ളൂ. നിങ്ങൾ ശരിക്കും മനുഷ്യത്വമുള്ള ആളാണ്. പ്രജകളെക്കുറിച്ച് നിങ്ങൾ ആലോചിക്കുന്നുണ്ടല്ലോ. ഇത് പറഞ്ഞ് രാധ ആദിത്യയെ കണ്ട് ചിരിച്ചു. രാധയെ പോലെ തന്നെ ആദിത്യയും ശാന്ത സ്വഭാവമുള്ളവനായിരുന്നു. മീരയുടെ കുസൃതി സ്വഭാവം പോലെ തന്നെ വീറിന്റെ സ്വഭാവം. രാധയ്ക്ക് അങ്ങനെ ആദിത്യയോട് ചെറിയ ഇഷ്ടം തോന്നാൻ തുടങ്ങി. മീരയ്ക്കും വീരിനെ അങ്ങോട്ട് ഇഷ്ടപ്പെടാൻ തുടങ്ങി. അങ്ങനെ എല്ലാവരുടെയും സമ്മതത്തോടെ ആദിത്യയുടെ വിവാഹം രാധയുമായി, വീരന്റെ വിവാഹം മീരയായിട്ട് നടന്നു. അങ്ങനെ അവർ താമസിക്കുന്നത് കാട്ടിലെ കൊട്ടാരത്തിൽ. തുടക്കം മീരയ്ക്ക് കാട്ടിലെ ജീവിതം മീരയ്ക്ക് ഇച്ചിരി ബുദ്ധിമുട്ടായി തോന്നി. രാധ, എനിക്ക് ഇവിടത്തെ ജീവിതം അത്ര സുഖകരമായി തോന്നുന്നില്ല. എപ്പോഴും ഈ വീടിന്റെ അകത്ത്. ഈ കൊട്ടാരത്തിന് പുറത്തു പോലും പോകാൻ പറ്റണില്ല. ഇതിനേക്കാളും നല്ല നമ്മുടെ ഗ്രാമമായിരുന്നു. ഗ്രാമത്തിലാണെ കുറച്ച് കാറ്റ് കൊള്ളാനെങ്കിലും പുറത്തിറങ്ങായിരുന്നു. മേളയൊക്കെ വരുമ്പോ കറങ്ങാൻ പോവായിരുന്നു. എന്റെ മീര, നീ കുറ്റം പറയാതെ ഇവിടുത്തെ നല്ല കാര്യങ്ങൾ നോക്ക്. ഇവിടെ നല്ല നദികളുണ്ട്. നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം. വാ, ആ നദിയിൽ പോയി നമുക്ക് ഇന്ന് കുളിക്കാം. 2 പേരും ആ നദിയുടെ അടുത്ത് പോയി ആ നദിയിൽ കുളിക്കാൻ ഇറങ്ങി. അതിനുശേഷം, സത്യം പറയാലോ രാധ, എല്ലാ പ്രശ്നങ്ങളും എന്ത് എളുപ്പമായിട്ടാണ് നീ കൈകാര്യം ചെയ്യുന്നേ. നമ്മുടെ ജീവിതത്തിൽ പ്രശ്നം വരുമ്പോൾ നമ്മൾ ആ രീതിക്ക് വേണം നോക്കാൻ. അങ്ങോട്ട് നോക്ക്, ആ മരത്തിൽ നല്ല ഫലമുണ്ടല്ലോ. അത് നമുക്ക് എടുത്താലോ?
അതിന്റെ അടുത്ത് ചീരയുണ്ടല്ലോ, നമുക്ക് ചീര എടുത്തോണ്ട് പോവാം. രാത്രി അത് കറി ഉണ്ടാക്കാം. രണ്ടുപേരും ആ ഫലങ്ങളും ആ ചീരയും എടുത്തോണ്ട് വരും. രാധയുടെ കൂടെ മീരയ്ക്കും കാട്ടിലെ താമസം ഇഷ്ടപ്പെടാൻ തുടങ്ങി. രണ്ടുപേരും എന്നും രാവിലെ എണീറ്റ് കാട്ടിൽ കറങ്ങാനിറങ്ങും. പെട്ടെന്നൊരു ദിവസം കാട്ടിൽ നല്ല ഭയാനകമായ മഴ വരും. ഇതെന്താ രാധ, നല്ല ഭയാനകമായ മഴയാണെന്ന് തോന്നുന്നു. അവരാണെങ്കിൽ ഇവിടെ ഇല്ലല്ലോ. അവര് കാര്യത്തിനല്ലേ പോയത്? ഈ സമയത്ത് നമുക്ക് എന്തെങ്കിലും ചെയ്തേ പറ്റൂ. സൈനികരെ വിളിക്കാം. പ്രജകളെ രക്ഷപ്പെടുത്തേണ്ടത് നമ്മുടെ കടമയല്ലേ? നീ പറഞ്ഞത് ശരിയാണ് രാധ, നമ്മുടെ കർത്തവ്യമാണ് ഇതെല്ലാം. നമ്മളിപ്പോ മഹാറാണിമാരല്ലേ, അപ്പൊ നമ്മളെല്ലാം ചെയ്യണം. മീരയും രാധയും കൂടെ അവിടെ നിന്ന് സാവധാനം ഓരോരോ പ്രജകളെയും കുട്ടികളെയും അവരവരുടെ ഗ്രാമത്തിലേക്ക് എത്തിച്ചു. മഹാറാണി, ഇന്ന് റാണി ഉണ്ടായിരുന്നില്ലെങ്കിൽ ഞാനും എന്റെ പിള്ളേരും വഴിയാധാരമായനെ. ഞങ്ങളുടെ ജീവൻ രക്ഷിച്ചത് നിങ്ങളാണ്. നിങ്ങളുടെ ഭർത്താക്കന്മാര് ഞങ്ങളുടെ ഭർത്താക്കന്മാരുടെ കൂടെ പോയേക്കല്ലേ, അപ്പൊ ഞങ്ങളും നിങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണ്ടേ? ശരിയല്ലേ? ഇത് കേട്ട എല്ലാവർക്കും ഒരുപാട് സന്തോഷമായി. രാധയും മീരയും അവരുടെ ധൈര്യം വെച്ച് ഓരോ കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങി. രാജകുമാരന്മാരായ ആദിത്യയും വീരും തിരിച്ചു വന്നപ്പോഴേക്കും ഭാര്യമാരുടെ ഈ പ്രവൃത്തി കണ്ട് അഭിമാനിച്ചു. നിങ്ങളെ രണ്ടുപേരെയും ഞങ്ങളുടെ ഭാര്യമാരെ കിട്ടിയ ഞങ്ങൾക്ക് അഭിമാനമുണ്ട്. സത്യമാണ് ചേട്ടാ. ഇനി നിങ്ങളാരും പേടിക്കേണ്ട കാര്യമില്ല കേട്ടോ. നമ്മൾ യുദ്ധം ജയിച്ചിരിക്കുന്നു. ഇനി നമ്മൾ നമ്മുടെ കൊട്ടാരത്തിലേക്ക് തിരികെ പോകും. അച്ഛനും ഞങ്ങളുടെ കൂടെ കൊട്ടാരത്തിലേക്ക് വരണം കേട്ടോ. ഇത് കേട്ട് ഹരീഷിനും മീരയ്ക്കും രാധയ്ക്കും ഒരുപാട് സന്തോഷം തോന്നി. ഇതിനുശേഷം രാധയുടെയും മീരയുടെയും നല്ല പ്രവർത്തികൾ ഗ്രാമത്തിൽ എല്ലാവരും ചർച്ചയാക്കി. ഗ്രാമത്തിലെ എല്ലാവരും അവരെ ബഹുമാനിക്കാനും തുടങ്ങി. അങ്ങനെ എല്ലാവരും സന്തോഷത്തോടെ ആ കൊട്ടാരത്തിൽ ജീവിക്കാൻ തുടങ്ങി. രാവിലെ തന്നെ വിവാഹ അതിഥികളെ കൊണ്ട് നിറഞ്ഞ ഒരു ബസ് ഗ്രാമത്തിലെത്തി. എല്ലാവരും വാഹനത്തിൽ നിന്നിറങ്ങി വീടുകളിലേക്ക് പോയി. പക്ഷെ ഗജോദർ, അദ്ദേഹത്തിന്റെ വധു മമത, സഹോദരി പായൽ, വൃദ്ധരായ മാതാപിതാക്കൾ എന്നിവർ ബസ്സിൽ തന്നെ ഇരുന്നു. നമ്മളിവിടെ ഈ ബസ്സിൽ തന്നെ ഇരിക്കാൻ പോവുകയാണോ? എനിക്ക് എന്റെ ഭർത്താവിന്റെ വീട് കാണണം. അപ്പോൾ എല്ലാവരും പരസ്പരം നോക്കാൻ തുടങ്ങി. ആരും തന്നെ അതിന് മറുപടി പറഞ്ഞില്ല. നിങ്ങൾ എന്താണ് ഒന്നും മിണ്ടാത്തത്? എനിക്ക് എന്റെ ഭർത്താവിന്റെ വീട് കാണണം. വാ, നമുക്കും താഴേക്ക് ഇറങ്ങാം. ചേട്ടത്തി, ഈ ബസ് തന്നെയാണ് നിങ്ങളുടെ വീട്. ഞങ്ങളുടെ പക്കൽ വേറെ വീടൊന്നുമില്ല. ഇത് കേട്ട് മമതയുടെ കാലിനടിയിലെ ഭൂമി ഒലിച്ചു പോകും പോലെ തോന്നി. പക്ഷേ ഇവർക്ക് ബസ്സുണ്ടെങ്കിൽ പിന്നെ വീട് എന്തുകൊണ്ടാണ് ഇല്ലാത്തത്? ഈ ബസ്സാണോ ഇനി ജീവിതകാലത്തേക്ക് മമതയുടെ ഭർതൃഗൃഹം? ഇതെല്ലാം അറിയാൻ കഥയിൽ നമുക്ക് അല്പം പിന്നോട്ടു പോകേണ്ടതുണ്ട്. ഗജോദർ റാംപൂർ ഗ്രാമത്തിൽ തന്റെ മാതാപിതാക്കൾക്കും അനുജത്തി പായലിനുമൊപ്പം ഒരു ചെറിയ വീട്ടിലായിരുന്നു താമസം. അയാൾ ഒരു ബസ് ഡ്രൈവർ ആയിരുന്നു. വരൂ റാംപൂരിലെ ജനങ്ങളെ വരൂ. റാംപൂരുകാരെ വേഗം വരൂ, വേഗം വരൂ. വരൂ റാംപൂരിലെ ജനങ്ങളെ വരൂ. ഇത് റാംപൂരിലേക്ക് പോകുമോ? ഹേ അങ്കിൾ, നിങ്ങൾക്കെന്താ കേട്ടൂടെ? എത്ര സമയമായി ഞാൻ തൊണ്ടവെട്ടി നിലവിളിക്കുന്നു. നിങ്ങൾ ഡ്രൈവർമാർക്ക് മര്യാദയ്ക്ക് സംസാരിക്കാൻ അറിയില്ലേ? ഞാൻ ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ടല്ലേ ചോദിച്ചത്. വേഗം ഇരിക്കൂ, ബസ് നിറഞ്ഞിരിക്കുന്നു. എന്തൊരു ജീവിതമാണ്. കണ്ടക്ടറായും ഡ്രൈവറായും ഞാൻ തന്നെ ജോലി ചെയ്യണം. അയാൾ ബസ്സിൽ കയറി. അങ്ങനെ അവർ പുറപ്പെട്ടു. കുറച്ചു സമയത്തിൽ അവർ റാംപൂരിൽ എത്തിച്ചേർന്നു. വരൂ റാംപൂരിലെ ജനങ്ങളെ വരൂ. അങ്ങനെ എല്ലാവരും ബസ്സിൽ നിന്നിറങ്ങി. അതിനുശേഷം ഗജോദർ ആ ബസ് തന്റെ വീടിന് മുന്നിൽ ഒതുക്കിയ ശേഷം വീടിനുള്ളിലേക്ക് പോയി. അകത്ത് ചെന്ന് നോക്കിയപ്പോൾ പണ്ഡിറ്റ് ജി വന്നിട്ടുണ്ടായിരുന്നു. ഓ പണ്ഡിറ്റ് ജി, ഞങ്ങൾ ഹോമമൊന്നും നടത്താൻ ഉദ്ദേശിക്കുന്നില്ലല്ലോ. നിങ്ങൾ പിന്നെ എന്തിനാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്? ഗജോദർ, നിനക്കൊരു നല്ല ആലോചനയുമായിട്ടാ വന്നിരിക്കുന്നത്. ഇപ്പോ നീ നല്ലൊരു ബസ് ഡ്രൈവറായി മാറിയിരിക്കുന്നു. ഇനി ഒരു വിവാഹമൊക്കെ കഴിക്ക്. എന്നിട്ട് വേണ്ടേ നിന്റെ പെങ്ങളെ ആർക്കെങ്കിലും കൈപിടിച്ചു കൊടുക്കുവാൻ. പണ്ഡിറ്റ് ജി, ഞാൻ ഈ ബസ് വാടകയ്ക്കാണ് ഓടിക്കുന്നത്. ഞാൻ ആ ബസിന്റെ ഉടമയല്ല. മകനെ, ഈ ഗ്രാമത്തിലെ നിന്നെക്കാളും ദരിദ്രരായവരിൽ ഭൂരിഭാഗവും വിവാഹിതരായി. നിങ്ങൾക്കും ഒരു നല്ല ജീവിതം ഉണ്ടാകണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. നിങ്ങൾ എപ്പോഴും ഇതുപോലെയുള്ള കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ടേയിരിക്കും. അതുകൊണ്ടാണ് നിങ്ങൾ പറയുന്ന എല്ലാ കാര്യങ്ങളും ഞാൻ അനുസരിക്കുന്നത്. എങ്കിൽ ശരി പണ്ഡിറ്റ് ജി, ഞാൻ ഇപ്പോൾ തന്നെ പെണ്ണ് കാണാൻ പോകാൻ തയ്യാറാണ്. നീ ഇപ്പോൾ തന്നെ കുതിരപ്പുറത്ത് കയറിയോ? രാത്രിയാവാറായി. ഇനി നാളെ നമുക്ക് സമാധാനമായി പോയി വരാം. ഇല്ല പണ്ഡിറ്റ് ജി, ഞാനൊരു ഡ്രൈവറാണ്. എപ്പോൾ സമയം കിട്ടും എപ്പോൾ കിട്ടില്ല എന്നൊന്നും പറയാൻ പറ്റില്ല. ഇപ്പോൾ തന്നെ പോകണം. എല്ലാവരും പെട്ടെന്ന് തയ്യാറായി ബസ്സിൽ കയറി പെൺകുട്ടിയെ കാണാനായി പുറപ്പെട്ടു. പെൺകുട്ടിയുടെ പേര് മമത എന്നായിരുന്നു. ഇരുവർക്കും പരസ്പരം കുടുംബത്തെ ഇഷ്ടപ്പെട്ടു. വിവാഹവും അതേ ദിവസം തന്നെ നിശ്ചയിച്ചു. അങ്ങനെ ഗജോദരന്റെ വിവാഹം ഗ്രാമം മുഴുവൻ പരന്നു. കാരണം എല്ലാവർക്കും അവനെ അറിയാമായിരുന്നു. മറുവശത്ത് ഒരു ഗ്രാമത്തലവനുണ്ടായിരുന്നു. ഒരു ദിവസം അദ്ദേഹം തന്റെ അക്കൗണ്ടന്റിനോട് പറഞ്ഞു, മുനീംജി, ഗജോദാറിന്റെ വിവാഹം നാളെയാണ് കേട്ടല്ലോ. ശരിയാണ് പ്രധാൻജി. പാവം അയാൾ നമുക്കും വിവാഹ ക്ഷണക്കത്ത് തന്നതല്ലേ. അപ്പോൾ നമ്മളും പോകണ്ടേ? വിവാഹം തന്നെ ഇല്ലാത്തപ്പോൾ പിന്നെ വിവാഹ ആഘോഷത്തിന് നിങ്ങൾ എങ്ങനെ പോകും? എനിക്ക് അത് മനസ്സിലായില്ല പ്രധാൻജി. ഓർത്തു നോക്കൂ, കുറച്ചു വർഷങ്ങൾക്ക് മുൻപ് ഗജോദാറിന് ജോലി ഒന്നും ഇല്ലാത്ത സമയത്ത് അവന്റെ അമ്മയുടെ ആരോഗ്യം വളരെയധികം വഷളായിരുന്നു. അവർക്ക് ഓപ്പറേഷൻ നടത്തുവാൻ ഗജോദാർ എന്റെ കയ്യിൽ നിന്നും 5 ലക്ഷം രൂപ കടം വാങ്ങിയിരുന്നു. അത് ഇന്നുവരെ തിരിച്ചടച്ചിട്ടില്ല. ഇപ്പോൾ അവൻ ഒരു ബസ് ഡ്രൈവറൊക്കെ ആയി. അവന്റെ വിവാഹവും ഉറപ്പിച്ചു.
അതിനർത്ഥം അവന്റെ കയ്യിൽ ഇപ്പോൾ ധാരാളം പൈസ ഉണ്ടാകുമെന്നാണ്. വിവാഹത്തിന് മുൻപ് തന്നെ എങ്ങനെയെങ്കിലും അവന്റെ കയ്യിൽ നിന്ന് ആ പണം വാങ്ങണം. ആ പ്രധാൻജി, രേഖകൾ അനുസരിച്ച് പറഞ്ഞ സമയത്ത് അവന് പണം തിരികെ നൽകുവാൻ കഴിയുന്നില്ലെങ്കിൽ അയാളുടെ വീടും മുഴുവൻ ഭൂമിയും നിങ്ങളുടെ പേരിലായി മാറുന്നതാണ്. ഇപ്പോൾ സമയം പോയിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ പറഞ്ഞാൽ അവന്റെ വീട് ഇപ്പോൾ തന്നെ ജപ്തി ചെയ്യാം. ശരി, ഇന്ന് വൈകുന്നേരം ഞാൻ നിങ്ങളോടൊപ്പം അവന്റെ വീട്ടിലേക്ക് വരാം. അവൻ പണം തന്നാൽ കുഴപ്പമില്ല, അല്ലെങ്കിൽ അവന്റെ വീടും കൃഷിയിടവും ജപ്തി ചെയ്യാം. വൈകുന്നേരം ഗജോദർ വന്നയുടൻ പ്രധാൻജിയും മുനീംജിയും അദ്ദേഹത്തിന്റെ വീട്ടിൽ വന്ന് കണ്ടു. നോക്ക് ഗജോദാർ, ഞങ്ങൾ ഇതുവരെ നിന്നോടൊന്നും പറഞ്ഞിട്ടില്ല. എന്നാൽ ഇന്നത്തെ ദിവസം കൊണ്ട് നമ്മുടെ കരാർ അവസാനിച്ചിരിക്കുന്നു. നിങ്ങൾ ഇന്ന് തന്നെ എന്റെ പണം തിരിച്ചു തരണം, അല്ലെങ്കിൽ നിങ്ങളുടെ ഈ വീടും കൃഷിയിടവും എന്റേതായി മാറും. എന്റെ കൈവശം അത്രയും പണം ഒറ്റയടിക്ക് എനിക്ക് നൽകാൻ കഴിയില്ല. ഞാൻ ബസ് ഓടിക്കാൻ തുടങ്ങിയിട്ട് വെറും 6 മാസമേ ആയിട്ടുള്ളൂ. ഞാൻ വിവാഹശേഷം നിങ്ങളുടെ പണം പതുക്കെ തിരികെ തരാമെന്നാ വിചാരിക്കുന്നത്. പക്ഷേ ഈ കടലാസുകൾ അനുസരിച്ച് പണം നൽകുവാനുള്ള സമയം ഇന്നുവരെ മാത്രമായിരുന്നു. പണമില്ലെങ്കിൽ വീട് ഒഴിയണം. പ്രധാൻജി, ഈ ഗ്രാമത്തിലെ നമ്മളെല്ലാവരും ഒരു കുടുംബം പോലെയല്ലേ ജീവിക്കുന്നത്? കുറച്ചെങ്കിലും ഞങ്ങളെ ഒന്ന് വിശ്വസിക്കൂ. ഒരു കുടുംബം എന്ന നിലയിൽ ഇതുവരെ ഞാൻ നിങ്ങളോട് ഒന്നും പറഞ്ഞിട്ടില്ല. പക്ഷെ നിയമം എന്നൊന്നില്ലേ കൂട്ടരെ? ഒന്നെങ്കിൽ പണം തിരികെ തരൂ, അല്ലെങ്കിൽ ഞങ്ങൾ ഇന്ന് രാത്രിയോടെ തന്നെ നിങ്ങളെ ഇവിടെ നിന്ന് ഒഴിപ്പിക്കും. അതെ മുനീംജി, ഇവർക്ക് 2 മണിക്കൂർ കൂടെ കൊടുക്കാം. ഇത്രയും പറഞ്ഞ് പ്രധാൻജിയും മുനീംജിയും അവിടെ നിന്ന് പോയി. ഗജോദറിന്റെ കുടുംബം ആശങ്കാകുലരായി നിന്നു. നാളെ നിങ്ങളുടെ വിവാഹമല്ലേ? ഇന്ന് ഈ വീട് നമ്മുടെ കയ്യിൽ നിന്ന് നഷ്ടമായാൽ ആ വിവാഹം നടക്കില്ല. പിന്നെ സംഭവിച്ചത് ഇതാണ്. 2 മണിക്കൂറിന് ശേഷം പ്രധാന ചില ആളുകൾ വന്നു. ഗജോദറിന്റെ കുടുംബത്തെ അവരുടെ സാധനങ്ങൾക്കൊപ്പം പുറത്താക്കി. അങ്ങനെ ഗജോദറിന്റെ കുടുംബം അവരുടെ എല്ലാ സാധനങ്ങളും എടുത്ത് ബസ്സിൽ കയറി ഗ്രാമത്തിൽ നിന്നും യാത്രയായി. ഇതല്ലാതെ മറ്റു വഴിയില്ലായിരുന്നു. അങ്ങനെ പിറ്റേന്ന് ഗജോദർ വിവാഹ ഘോഷയാത്രയുമായി ബസ്സിൽ പോയി. ബസ്സിൽ തന്നെ തിരികെയും വന്നു. ഇനി വീണ്ടും ഇപ്പോഴത്തെ കഥ ഒന്ന് കേൾക്കാം. ഇതാണോ കാര്യം? പക്ഷെ വിഷമിക്കേണ്ട, ഇപ്പോൾ നിങ്ങൾ എന്റെ കുടുംബമാണ്. നിങ്ങളുടെ സന്തോഷത്തിലും ദുഃഖത്തിലും ഞാനും പങ്കുചേരുന്നു. അങ്ങനെ അവരെല്ലാവരും ബസ്സിൽ തന്നെ ഇരിക്കാൻ തുടങ്ങി. പിറ്റേന്ന് രാവിലെ, ഈ ബസ് എന്റേതല്ല. പണം സമ്പാദിക്കാൻ എനിക്കിത് ഓടിക്കേണ്ടി വരും, അല്ലെങ്കിൽ ബോസ് ഇതും എന്റെ കയ്യിൽ നിന്ന് തിരിച്ചു വാങ്ങും. നിങ്ങൾ ബസ്സുമായി പോയിക്കോളൂ, ഞങ്ങൾ ഇവിടെ ഈ കാട്ടിൽ തന്നെ ഇരുന്നോളാം. മകളെ, നിന്റെ സ്ഥാനത്ത് മറ്റാരെങ്കിലും ആയിരുന്നെങ്കിൽ ഉടൻ തന്നെ അവൾ അവളുടെ മാതാപിതാക്കളുടെ വീട്ടിലേക്ക് തിരിച്ചു പോയേനെ. അതേ ചേട്ടത്തി, ശരിക്കും നിങ്ങൾ വളരെ നല്ലതാണ്. അങ്ങനെ ഗജോദർ പകൽ മുഴുവൻ ബസ് ഓടിച്ചു. രാത്രി അവൻ ബസ്സുമായി കാട്ടിലേക്ക് പോകും. എല്ലാവരും ഒരുമിച്ച് ബസ്സിൽ കിടന്നുറങ്ങും. അങ്ങനെ മാസങ്ങൾ കടന്നുപോയി. അങ്ങനെ ഒരു ദിവസം ബസ് ഉടമ പറഞ്ഞു, ബസ് പാർക്ക് ചെയ്യാൻ ഞാനൊരു സ്ഥലം വാങ്ങിയിട്ടുണ്ട്. ഇനി നീ പകൽ മുഴുവനും ബസ് ഓടിച്ച് രാത്രി ബസ് ഇവിടെ തന്നെ ഇടണം. വീട്ടിലേക്ക് കൊണ്ടുപോകേണ്ട ആവശ്യമില്ല. അത് കേട്ട് ഗജോദർ വിഷമിച്ചു. അവനൊന്നും മനസ്സിലാകുന്നില്ലായിരുന്നു. കാരണം ഇപ്പോൾ ആ ബസ് അവന്റെ വീടായിരുന്നു. അതുകൊണ്ട് ഗജോദർ കാര്യങ്ങളെല്ലാം തന്റെ ബോസിനോട് തുറന്നു പറഞ്ഞു. ബോസ്, എന്റെ നവവധുവും വീട്ടുകാരും കാട്ടിൽ അലഞ്ഞു തിരിയുകയായിരിക്കും. ഞാൻ രാത്രിയിൽ ബസ് കൊണ്ടുചെന്നില്ലെങ്കിൽ അവരെല്ലാവരും എവിടെ കിടക്കും? ഈ ബസ് തന്നെയാ അവരുടെ വീട്. നിങ്ങൾക്ക് ഇത്രയും വലിയൊരു പ്രശ്നം ഉണ്ടായോ? വിവാഹ ദിവസം തന്നെ ആ പ്രധാൻ നിങ്ങളുടെ വീട് തട്ടിയെടുത്തോ? എന്നിട്ട് നിങ്ങൾ എന്നോടൊന്നും പറഞ്ഞതുപോലുമില്ല. നിങ്ങൾ ഡ്രൈവർമാരെല്ലാവരും എന്റെ കുടുംബം പോലെയാ. നീ വന്ന സമയം മുതൽ 2 ബസ്സിൽ നിന്നും ഞാൻ 4 ബസ്സുകൾ വാങ്ങി. ഞാൻ നിനക്ക് പണം തരാം. പോയി ആ മേധാവിയുടെ മുഖത്തെറിഞ്ഞു കൊടുക്ക്. എന്നിട്ട് നിങ്ങളുടെ വീട് തിരിച്ചു വാങ്ങ്. ബോസ്, ഇന്നു മുതൽ നിങ്ങൾ എനിക്ക് ദൈവമാണ്. എനിക്ക് മനസ്സിലാകുന്നില്ല ഞാൻ നിങ്ങളോട് എങ്ങനെയാ നന്ദി പറയേണ്ടതെന്ന്. നന്ദി പറയേണ്ട ആവശ്യം എന്താണ്? ഈ പണം നീ എനിക്ക് തിരിച്ചു തരണം, പതുക്കെ പതുക്കെ. പക്ഷെ ഇപ്പോൾ നീ ചെന്ന് നിന്റെ ഭാര്യയെ വീട്ടിൽ കൊണ്ടാക്ക്. വീട്ടിലെ സ്ത്രീകളെ പുറത്തുപേക്ഷിക്കരുത്. പിന്നെ വേഗം തന്നെ പണം സമാഹരിച്ച് വീട് ശരിയാക്ക്. പിന്നെ നീയും ഒരു ബസ് വാങ്ങ്. എന്റെ എല്ലാ ഡ്രൈവർമാരും എന്നും ഡ്രൈവർമാരായിരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നുമില്ല. അന്ന് രാത്രി തന്നെ ഗജോദർ പണം കൊടുത്ത് തന്റെ വീട് തിരികെ വാങ്ങി. അങ്ങനെ ഗജോദറിന്റെ കുടുംബം സന്തോഷത്തോടെ ഒരുമിച്ച് ജീവിക്കാൻ തുടങ്ങി. Thanks for watching.